ഒരു കാലത്ത് നൂറുമേനി വിളവെടുത്തിരുന്ന നമ്മുടെ വയലുകൾ പലതും തരിച്ചിടാൻ കാരണമെന്താണ്? കൃഷിപ്പണിക്ക് ആളെ കിട്ടുന്നില്ല. ഇതുതന്നെയാകും ഭൂരിഭാഗം പേരുടെയും ഉത്തരം. ഇതിന് മറുപടിയാവുകയാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രീൻ ആർമി. കൃഷിയിടം സമരഭൂമിയാണെന്ന ബോധ്യം, തരിശിടലും വയൽ നികത്തലും അവസാനിപ്പിക്കുവാൻ കൃഷി തന്നെയാണ് ജീവിത സമരം എന്ന തിരിച്ചറിവ്, വിഷമില്ലാത്ത ആഹാരം ജീവിതാവകാശമാണെന്ന മുദ്രാവാക്യം, തൊഴിലും ഭക്ഷ്യസുരക്ഷയും വെറും വാചക കസർത്തല്ല എന്ന് പ്രവൃത്തിയിലൂടെ അടയാളപ്പെടുത്തിയ ഇച്ഛാശക്തിയും കരുത്തും. രാജ്യത്തെ മികച്ച മാതൃകയായി ഇത് ഒരു കാർഷിക സേന. ഒരു നാടിന്റെ നിരാശകളെയും ദുരിതങ്ങളെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നേരിട്ടതിന്റെ അനുഭവ കഥയാണ് ഗ്രീൻ ആർമിയുടെ തുടക്കവും തുടർച്ചയും. തൃശൂർ വടക്കാഞ്ചേരി നിവാസികളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷി തന്നെയായിരുന്നു. എന്നാൽ കൃഷി ലാഭകരമല്ലാതാകാൻ തുടങ്ങിയ കാലത്ത് നെൽവയലുകൾ തരിശാകാൻ തുടങ്ങി. ആയിരക്കണക്കിന് വരുന്ന ക്ഷീരകർഷകരെയും ഇത് പ്രതിസന്ധിയിലാക്കി. ചെറുകിട കച്ചവടക്കാരെയും സാമ്പത്തിക മുരടിപ്പ് ബാധിച്ചു. നെൽവയലുകൾ വീണ്ടെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ദീർഘവീക്ഷണമാണ് ഗ്രീൻ ആർമി എന്ന കാർഷിക തൊഴിൽ സേനയുടെ തുടക്കം. ആധുനിക കൃഷി വിജ്ഞാനത്തിൽ പരിശീലനം ലഭിച്ച ഒരു തൊഴിൽ സേനയാണ് ഗ്രീൻ ആർമി. വിത്തിറക്കി കൊയ്തെടുക്കുന്നതുവരെയുള്ള മുഴുവൻ ജോലികളും ചെയ്യാൻ 400-ലധികം വരുന്ന ഈ കർഷക തൊഴിലാളികൾ തയ്യാർ. കർഷകർക്കോ പാടശേഖര സമിതികൾക്കോ ഒരു ഫോൺ കോൾ മതി ഇവരുടെ സേവനം ലഭ്യമാകാൻ. തൊഴിലാളി ക്ഷാമം കൊണ്ടാണ് ഞങ്ങളും കൃഷി ഇറക്കാത്തതെന്ന് ഒരുവിധമുള്ള പാടശേഖരക്കാർ പറയുക. കൃഷി ഇറക്കാതിരിക്കുക, തരിശുഭൂമികൾ കൂട്ടുക, ആ തരിശുഭൂമി അത് മുതലെടുപ്പായിട്ട് അവർ നികത്തിയിട്ട് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കുകയാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു വിലങ്ങുതടി പോലെ ആയാലും, അതായത് കൃഷിക്കാർക്ക് തൊഴിലാളികളെ കിട്ടാനില്ല എന്നുള്ള ആ ഒരു പരാതിയുടെ പേരിൽ പണിയെടുക്കാതിരിക്കരുത്, നിലം പണിയാതിരിക്കരുത്. അതിന് ഞങ്ങൾ എന്ത് ത്യാഗം സഹിച്ചിട്ടും ഞങ്ങൾ വരാൻ തയ്യാറാണ്. ആ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാനാണ് പ്രധാന ലക്ഷ്യമായിട്ട് ഞങ്ങളിതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൃഷിയോടുള്ള താല്പര്യം. കൃഷിയോളം മാന്യമായ തൊഴിൽ മറ്റൊന്നില്ല എന്ന ആത്മവിശ്വാസം പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുകയായിരുന്നു ആദ്യ ചുവട്. ഇതിന് പഴയ തലമുറയുടെ കാർഷികാനുഭവങ്ങളും ആത്മസമർപ്പണവും പിന്തുണയായി. എന്തെല്ലാം സംസ്കാരം ഉണ്ടായാലും കൃഷിയുടെ നമ്മുടെ കേരളീയരുടെ പ്രധാന ഒരു കൾച്ചർ കൃഷി തന്നെയാണ്. ആ കൃഷിനെ എല്ലാവരും മറന്ന് ഇപ്പോൾ കമ്പ്യൂട്ടർ ലോകത്തേക്കും ആ രീതിയിലായിട്ട് പോവുകയാണ്. എല്ലാതും കമ്പ്യൂട്ടർ, കുഞ്ഞു കുട്ടികളടക്കം മൊബൈലാണ്. ഒരാൾ പാടത്തേക്ക് വരാനോ ഈ ചേറ് മേലാക്കാനോ ആരും തുനിയണില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്തായാലും ചേറ് മേത്തായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പ്രകൃതി ചികിത്സയിൽ തന്നെ എന്താ മണ്ണ് വാരി പൊത്തണ്. ആ രീതിയിൽ ഞങ്ങൾ ശരീരം ആസകലം ഹോളി ആഘോഷിക്കണ പോലെ എന്നും ഞങ്ങൾക്ക് ഈ സീസണായ ഹോളി, ആ ചേറിൻ്റെ ഹോളി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമോ ബുദ്ധിമുട്ടോ ഇല്ല. പുതിയ കാലത്ത് കൃഷിപ്പണിയും പ്രൊഫഷണലാകണം. അംഗങ്ങൾക്ക് യൂണിഫോം നിശ്ചയിച്ചതും കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചതും തൊഴിലാളികൾക്ക് പുത്തനുണർവായി. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 25,000 ഏക്കർ ഭൂമിയിൽ ഈ പച്ചപ്പട്ടാളം കൃഷിയിറക്കി. ഈ ഗ്രാമീണ കർഷക തൊഴിലാളികൾക്ക് സ്വന്തമായി യന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ അറിയാം. പഴയ കാലത്ത് ഞാറ് ഇട്ടിട്ട് കൈനാടിന് കൈകൊണ്ട് പറിച്ച് മുടിഞ്ഞ് നടും ഞങ്ങൾ പഴയ കാലത്ത്. ഇപ്പം അത് മിഷീനായി. അങ്ങനെയാണ് പഴയ കാലത്തെ ചിട്ട. നിര കുത്തിയിട്ട് 5-10 പെണ്ണുങ്ങൾ നിര കുത്തി നട്ടു പോകും പഴയ കാലത്ത്. അതിങ്ങനെ മുടിയണം, ഞാറ് മുടിഞ്ഞെടുക്കുക ചെയ്യുക. അതിപ്പോൾ പെട്ടെന്ന് ഈ സാഹചര്യം വന്നപ്പോൾ നല്ലൊരു ഇതായി മാറി. അന്ന് പറിക്കണ ഞാറിന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അന്ന് പറിച്ചുണ്ടാക്കാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എളുപ്പങ്ങളായി പണി. ജീവിതത്തിലൊക്കെ ഞങ്ങൾക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഇതിന് വന്നപ്പോൾ മാസശമ്പളങ്ങളായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചം തന്നെയാണ് ഞങ്ങൾക്ക് വന്നിട്ട്.
തൃശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തെവിടെയും കൃഷി ഇറക്കാൻ ഈ സേന തയ്യാറാണ്. വീട് വിട്ട് പുറത്ത് പോകാത്ത ആൾക്കാരാണ്. ഇപ്പം ഈ ഒരു സംരംഭത്തിൽ വന്നപ്പോൾ ഒരുവിധം എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഞങ്ങൾ പോയി കണ്ണൂർ, അവിടെ കൊല്ലത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്നും ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളല്ല. ഞങ്ങൾ അവിടെ എല്ലാം പോയി വന്നിട്ടുണ്ട്. മാസശമ്പളവും PF-ഉം മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കിയതോടെ കൂടുതൽ പേർ ഈ പച്ച സൈന്യത്തിൽ അംഗങ്ങളായി എത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ കാർഷിക പദ്ധതികളെ സംയോജിപ്പിക്കുവാനും കുറഞ്ഞ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാനും ഇവർക്കായി. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയായ MKSP ഗ്രീൻ ആർമിയെ മാതൃകയാക്കി ലേബർ ബാങ്കുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് ഈ പച്ചപ്പട്ടാളത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഈ പദ്ധതിയുടെ പരിശീലന ചുമതലയും ഗ്രീൻ ആർമിക്കാണ്. ഇന്ത്യക്ക് തന്നെ മാതൃകയാകാവുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറുകയാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് 40 ദിവസം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലായി 43 ബ്ലോക്കുകളിൽ സ്ത്രീകളുടെ ലേബർ ബാങ്ക് രൂപീകരിക്കുകയാണ്. സ്ത്രീകളുടെ ലേബർ ബാങ്കുകൾ രൂപീകരിക്കുന്നതിൻ്റെ ട്രെയിനിങ് ഏജൻസി ഗ്രീൻ ആർമിയാണ്. ഗ്രീൻ ആർമിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലേബർ ബാങ്കുകൾ രൂപീകരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഈ ഗ്രീൻ ആർമിയുടെ മറ്റ് ലേബർ ബാങ്കുകളുടെ രൂപീകരണത്തിൻ്റെ പരിശീലന പരിപാടികളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഗ്രീൻ ആർമിയിൽ അംഗങ്ങളാകാൻ നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. പുതിയ ആളുകൾ ആർമിയിൽ അംഗങ്ങളായിട്ട് 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് അവർ വരുമാനം, അവരുടെ ഒരു സുരക്ഷ നോക്കിയിട്ടും, രണ്ടാമത് ഈ മേഖലയിൽ പണിയെടുക്കാനുള്ള താല്പര്യം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ 2 തരത്തിലെ ആൾക്കാരെയും നമ്മൾ, പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താനും നമ്മുടെ പരിപാടികളിലും നമ്മുടെ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ വടക്കാഞ്ചേരി മേഖലയിൽ 11,000 ടൺ നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ഹരിതസേനയ്ക്കായി. ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ്. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതിയും വടക്കാഞ്ചേരിക്ക് സ്വന്തമായി. നെൽകൃഷിയുടെ വിജയം മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തെങ്ങുകയറ്റ പരിശീലന കേന്ദ്രം തുടങ്ങിയത്. നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ സൗജന്യമായാണ് പരിശീലനം. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള സമഗ്ര പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. BTech കഴിഞ്ഞ ആളുകൾ വന്നിട്ടുണ്ട്, വിവിധ ഡിഗ്രികൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾ. പുതിയ തലമുറയിൽ നിന്നുള്ള ഒരു വലിയ ആവേശപൂർവമായ ഒരു ഇടപെടൽ ഞങ്ങൾ ഈ പരിശീലന കേന്ദ്രങ്ങളിൽ കാണുന്നുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അത്തരത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കൂടി നമ്മുടെ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. 1500ഓളം പേർ ഇവിടെ പരിശീലനം നേടിക്കഴിഞ്ഞു. പരിശീലനത്തിനെത്തുന്നവർക്ക് സൗജന്യമായി തെങ്ങ് കയറ്റത്തിനുള്ള യന്ത്രവും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും തെങ്ങ് കയറ്റം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ തെങ്ങിൻ്റെ വിത്തുണ്ടാക്കൽ, അതുപോലെ തന്നെ അതിനെ എങ്ങനെ നടണം, അതിൻ്റെ ഓരോ മാസത്തിലുള്ള പരിചരണം, അതുപോലെ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി അല്ല, ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ലൊരു പൗരനും കൂടിയായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് സ്വന്തമായി ഓഫീസും പരിശീലന കേന്ദ്രവും തുടങ്ങാനായതും ഇവരുടെ നേട്ടമാണ്. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കാണ് ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നത്. കാർഷിക വികസനത്തിനായി ഉപയോഗിച്ചതിന്റെ വിജയഗാഥയും ഇവർക്ക് സ്വന്തം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്നൊരു എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും, പക്ഷേ അവിടെ സാമ്പത്തികം ഉണ്ടാകുന്നില്ല. കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പണം അവരുടെ കയ്യിലുണ്ട്, അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്രയും പണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന വിധത്തിലേക്ക് ഇതിൻ്റെ ഒരു സംയോജനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് വടക്കാഞ്ചേരി മോഡലിൻ്റെ ഏറ്റവും പ്രത്യേകത. പലിശരഹിത വായ്പകൾ മുഴുവൻ പാടശേഖരങ്ങൾക്ക് കൊടുത്തത് സഹകരണ ബാങ്കുകളാണ്. ഒരു ലേബർ ബാങ്ക് രൂപീകരിച്ചതുകൊണ്ട് മാത്രം കേരളത്തിലെ കൃഷി രക്ഷപ്പെടില്ല. വിത്ത് മുതൽ വിപണനം വരെ നമുക്ക് ഇടപെടാൻ കഴിയാവുന്നൊരു സംവിധാനമായി നമുക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി കഴിയണം.
പരമ്പരാഗത വിത്തുകൾ സംരക്ഷിക്കുന്നതുൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് ഈ ഹരിതസേന രൂപം നൽകുന്നുണ്ട്. സംസ്ഥാനമൊട്ടുക്കും ഗ്രീൻ ആർമി ഒരു മാതൃകയായാൽ നമ്മുടെ തരിച്ചു നിലങ്ങളിൽ വീണ്ടും നെല്ല് വിളയും. തൊഴിലില്ലായ്മയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഒരു പരിധിവരെ പരിഹാരമാകാൻ ഈ തൊഴിൽ സേന കൊണ്ടാകും.